എല്ലാവർക്കും നമസ്കാരം. വീണ്ടും ഒരു ഫേസ്ബുക്ക് ലൈവ് കുറെ നാളുകൾക്ക് ശേഷം. അത് പക്ഷേ നിങ്ങൾക്കറിയാം സാഹചര്യം എന്താണെന്നുള്ളത്. ഇന്നലെ നമ്മുടെ മന്ത്രി വീണ ജോർജിനെ ആക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന നാടകം, തീർച്ചയായിട്ടും നാടകം തന്നെ പറയേണ്ടി വരും. ഒരു ദൃശ്യം പോലും അവൈലബിൾ അല്ല മന്ത്രി ആക്രമിക്കുന്നത്. മന്ത്രിയുടെ അടുത്ത് പോലും പോകുന്ന ഒരു ദൃശ്യം പോലും അവൈലബിൾ അല്ല. പോലീസുകാർ ചേർന്ന് ഈ കുട്ടികളെ തടഞ്ഞുകയാണ്. എന്നിട്ടും എന്തോ വലിയൊരു വിപത്ത് സംഭവിച്ചു എന്ന രീതിയിൽ സർക്കാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അവസരത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത് കൃത്യം 13 വർഷങ്ങൾക്ക് മുമ്പ് 2013 ഒക്ടോബർ 27 എന്നുള്ള ദിവസമാണ്. അന്ന് കണ്ണൂർ പോലീസ് ഗ്രൗണ്ടിലേക്ക് ചെന്ന എന്റെ പിതാവിനെ പിതാവിന്റെ വണ്ടിയുടെ നേരെ ലാത്തി ഉൾപ്പെടെ വലിച്ചെറിയുകയും കല്ലെറിയുകയും അദ്ദേഹത്തെ പരിക്കേൽപ്പിച്ച ആ സാഹചര്യം ഞാൻ ഓർക്കുകയാണ്. ആ കല്ലെറിഞ്ഞതിന് ശേഷം നമ്മുടെ ഇന്നത്തെ മുഖ്യമന്ത്രി പറഞ്ഞത് തൊലിക്കട്ടി ഉണ്ടെന്ന് അറിയാമായിരുന്നു എന്നുള്ളതാണ്. കല്ല് ചെന്ന് വീഴുന്ന ദൃശ്യമുണ്ട്, ഗ്ലാസ് തകരുന്ന ഫോട്ടോ ഉണ്ട്, അദ്ദേഹത്തിന്റെ നെഞ്ചത്ത് അത് കൊള്ളുന്നത് കാണുന്നുണ്ട്. നെഞ്ചിന് ഇത്രയും തൊലിക്കട്ടി ഉണ്ടോ എന്നാണ് അദ്ദേഹം അന്ന് ചോദിച്ചത്. ഇല്ലേ? കേരളം മറക്കാത്ത കാഴ്ചയാണ്. ഒരു ഹർത്താലിന് പോലും, ഒരു സമരത്തിന് പോലും അദ്ദേഹം അന്ന് അനുവദിച്ചില്ല. ആദ്യം അദ്ദേഹം അന്വേഷിച്ചത് പ്രതിപക്ഷ നേതാക്കന്മാരുടെ സുരക്ഷയാണെങ്കിൽ ഇന്ന് ആദ്യം ചെയ്യുന്നത് പ്രതിപക്ഷ പാർട്ടിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുക, കോൺഗ്രസിന്റെ ഫ്ലെക്സുകൾ, പുതിയ യാത്രയുമായി ബന്ധപ്പെട്ട ഫ്ലെക്സുകൾ തകർക്കുക, എടുത്തു കളയുക എന്നുള്ളതാണ്. പുതുപ്പള്ളിയിൽ പക്ഷേ ഇത് നേരത്തെ തുടങ്ങിയായിരുന്നു. പ്രിയപ്പെട്ട വി.ഡി. സതീശൻ വരുന്നതിന് 2 ദിവസം മുമ്പ് തന്നെ ഫ്ലെക്സ് എടുത്തു തുടങ്ങി. അപ്പൊ കാരണമൊന്നുമില്ല. ഇന്നലെ കാരണം കിട്ടിയോടെ സകല ഫ്ലെക്സും എടുത്ത് കളഞ്ഞിരിക്കുകയാണ്. അതിന് പിന്നെ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഉമ്മൻചാണ്ടിയുടെ ഫോട്ടോ കാണുമ്പോൾ തന്നെ അവിടെ ഒരു ബുദ്ധിമുട്ട് ഇടതുപക്ഷത്തിനുള്ള കാര്യം നമുക്കറിയാം. സോറി, എന്റെ ഫോൺ വന്നതാണ്. അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഫോട്ടോ ഉള്ളതുകൊണ്ടായിരിക്കാം എല്ലാ ഫ്ലെക്സും വീണ ജോർജിനെ ആക്രമിക്കുന്നതിന് മുമ്പ് തന്നെ എടുത്തു കളഞ്ഞു. ഇന്നലെ മൊത്തത്തിൽ എടുത്തു കളഞ്ഞു. ഇത് സ്ഥിരം ഒരു ശൈലിയാക്കി മാറ്റിയിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവിനെ ആക്രമിക്കാനായിരിക്കും അടുത്ത ശ്രമം നടക്കുന്നത്. അതുകൊണ്ട് ഈ തരത്തിൽ ഉള്ള മുന്നോട്ട് പോകുന്നത് ഇടതുപക്ഷത്തിന് 2 അവാർഡുകൾക്ക് സ്കോപ്പ് ആയി കഴിഞ്ഞു. ഇപ്പോൾ തന്നെ 2 അവാർഡുകൾക്ക്, നോബൽ പ്രൈസിന്റെ ചെമ്പും സ്വർണമാക്കുന്നതിന് വേണ്ടി കെമിസ്ട്രിയുടെ നോബൽ പ്രൈസും, അതുപോലെ തന്നെ ഏറ്റവും അവസാനം നടന്ന മെഡിസിനുള്ള നോബൽ പ്രൈസും. ഇനി ഓസ്കാറിനുള്ള ശ്രമമായിരിക്കും. കോമഡിക്ക് അവസരമുണ്ടെങ്കിൽ ഈ സർക്കാരിന് അത് കിട്ടുന്നതായിരിക്കും ഓസ്കാർ. ആ തരത്തിലുള്ള അഭിനയമാണ് ഇവിടെ കാഴ്ചവെച്ചിരിക്കുന്നത്. എത്ര അഭിനയിച്ചിട്ടും കാര്യമില്ല. ജനം നിങ്ങളെ തൂത്തെറിയും. യാതൊരു സംശയം വേണ്ട. ഈ തെരഞ്ഞെടുപ്പിൽ ഇതൊരു വാട്ടർലൂ ആയി തീരാൻ പോവുകയാണ്. എന്ത് നാടകം നടത്തിയാലും രക്ഷപ്പെടത്തില്ല. എല്ലാവർക്കും നമസ്കാരം.